സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുകളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള വീട്ടിൽ മോഷണം നടന്നുവെന്ന് മോൻസന്റെ മകൻ പരാതിപ്പെട്ടിരുന്നു. ഡിവൈഎസ്പി YRS നേതൃത്വത്തിലാണ് പരിശോധന. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്നു. വിഷ്ണു, പരിശോധന തുടരുകയാണോ? ഈ മോഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന? സുഹേല, മോൻസന്റെ കലൂരിലുള്ള വിവാദമായ വീട്ടിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നത്. കഴിഞ്ഞ ദിവസം മോൻസന്റെ മകൻ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. അതായത് കലൂരിലെ ഈ വീട്ടിൽ മോഷണം നടന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. പിന്നാലെ ഈ വീട് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അതുകൊണ്ട് മോഷണം നടന്ന പശ്ചാത്തലത്തിൽ വീടിന്റെ സുരക്ഷയില്ല എന്ന് ചൂണ്ടിക്കാട്ടി വീട് തിരികെ വേണം എന്ന് ആവശ്യപ്പെട്ട് മോൻസൺ തന്നെ ജില്ലാ കോടതിയിൽ നേരിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. കോടതി നിർദ്ദേശപ്രകാരമാണ് നിലവിൽ മോൻസന്റെ വീട്ടിൽ ഈ പരിശോധന പുരോഗമിക്കുന്നത്. കലൂരുള്ള വീട്ടിലാണ് പരിശോധന. ഇവിടെയാണ് മോൻസൺ ഈ ആളുകളെല്ലാം കബളിപ്പിച്ചത്. അതായത് പുരാവസ്തുക്കളുടെ ശേഖരം കാണിച്ച് കൃത്രിമമായ വ്യാജമായ പുരാവസ്തുക്കളുടെ ശേഖരം കാണിച്ച് ആളുകളെല്ലാം പറ്റിച്ചത് ഈ വീട്ടിലുള്ള വസ്തുക്കളാണ്. ആ വസ്തുക്കളുടെ കണക്കെടുപ്പ് ഉൾപ്പെടെ നടത്താനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. അതായത് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ നഷ്ടമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ പരിശോധിക്കുന്നത്. അതിനുശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം കോടതിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. കഴിഞ്ഞ ആഴ്ചയാണ് ഈ വീട്ടിൽ മോഷണം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി മോൻസന്റെ മകൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയത്. പരാതിയിൽ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സുരക്ഷ പോരായെന്ന് ചൂണ്ടിക്കാട്ടി വീട് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻസൺ തന്നെ നേരിട്ട് കോടതിയെ സമീപിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ പരിശോധന പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിന് പിന്നാലെ ഈ കേസ് വീണ്ടും ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഡിവൈഎസ്പി YRS നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്, ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ വീട്ടിലെ പരിശോധന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ വീട് ഏറെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിരുന്നു അന്ന് ഈ കേസ് ഉണ്ടായ സമയത്ത്. കാരണം ഈ വീട്ടിലാണ് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള ആളുകൾ, മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ, നിരവധി സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ മോൻസൺ വിളിച്ചു വരുത്തുകയും തനിക്ക് ഒരു വലിയ പുരാവസ്തു ശേഖരമുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റങ്ങളെല്ലാം നിർമ്മിച്ച് അവരെല്ലാം വലിയ അത്ഭുതപ്പെടുത്തിയത് ഈ വീട്ടിൽ വെച്ചാണ്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ തെളിവുകളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അവിടെയാണ് ഈ മോഷണം നടന്നു എന്നുള്ളത്. കേസിനെ തുടർ നടപടി ഉൾപ്പെടെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് കൃത്യമായൊരു പരിശോധന, എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടമായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊരു കൃത്യമായ പരിശോധന നടത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുക. പരിശോധനയാണ് നിലവിൽ കരൂരിലെ വീട്ടിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. സുഹൈല, ശരി. ഉടായ്പ, തട്ടിക്കൂട്ട്, പുരാവസ്തുക്കൾ ഒരുപാടുള്ള വീടാണ്. അവിടെ മോഷണം നടന്ന മകന്റെ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ആ വീട്ടിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ പരിശോധന നടത്തുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് ആ വീട് ഇപ്പോഴും ഉള്ളത്.